പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത് കഞ്ചിക്കോട് ജലചൂഷണം നടത്തിയ സ്വകാര്യ മദ്യ കമ്പനിയുടെ ഉപസ്ഥാപനത്തിനെന്ന ആരോപണം. എംപീസ് ഡിസ്റ്റിലറീസിന്റെ കീഴിലുള്ള ബിയർ കമ്പനി ജലക്ഷാമം മൂലം പദ്ധതി ഉപേക്ഷിച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതേ കമ്പനിയുടെ കീഴിലുള്ള ഉപസ്ഥാപനത്തിന് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയത്. 1999-ലാണ് എംപി ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രൂവറീസ് കഞ്ചിക്കോട് പ്രവർത്തനം ആരംഭിച്ചത്. കമ്പനിയുടെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും വ്യത്യസ്ത സ്ഥലങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ബ്രൂവറിക്കായി വൻതോതിൽ ജലചൂഷണം നടത്തുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തുടർന്ന് ബ്രൂവറി വിജയ് മല്യയുടെ UB ഗ്രൂപ്പിന് കൈമാറിയെങ്കിലും എതിർപ്പ് ശക്തമായതോടെ 2005-ൽ സ്ഥാപനം പൂട്ടി. ബ്രൂവറിക്കായി വൻ ജലചൂഷണമാണ് ഇവിടെ നടന്നിരുന്നത്. കഞ്ചിക്കോട് ജംഗ്ഷനിൽ പഴയ ഇൻഡസ്ട്രിയിലേക്ക് തിരിയുന്നതിന്റെ ആ സ്ഥലത്ത് സ്വകാര്യമായി കുറച്ച് സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഒരു വാട്ടർ ടാങ്ക് കിട്ടുകയും അതിലേക്ക് മലമ്പുഴ കണക്ഷൻ എടുക്കുകയും അതിൽ നിന്നും ഈ കമ്പനിയുടെ തന്നെ ടാങ്കർ ലോറി എന്ന് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസ്റ്റിലറിയിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുഴുവൻ ഷെയറുകളും UB ഗ്രൂപ്പ് വാങ്ങിച്ചു. UB ഗ്രൂപ്പ് അവിടെ 2-3 ബ്രാൻഡ് ഉത്പാദിപ്പിച്ചു. ആ ഉത്പാദിപ്പിച്ചു ബ്രാൻഡിൽ നല്ലോണം പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. പിന്നെ അത് ഇനി മാർക്കറ്റിംഗിന്റെ കോമ്പറ്റീഷൻ ആണോ എന്താണോ എന്നറിയില്ല. ആ തൽക്കാലം അത് വെള്ളത്തിന് സ്കേഴ്സിറ്റിയും കൊണ്ടാവാം അത് നിർത്തിവെച്ചു. അത് കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നു. അല്ലാതെ തൊഴിലാളി പ്രശ്നം മൂലം ആ കമ്പനി പൂട്ടിയിട്ടില്ല. എംപീസ് ഗ്രൂപ്പ് കഞ്ചിക്കോട്ടെ ബിയർ കമ്പനി ഉപേക്ഷിച്ചെങ്കിലും ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം തുടർന്നു. പിന്നീട് ബ്രൂവറി തുടങ്ങാനായി എലപ്പുള്ളിയിൽ ഇവർ സ്ഥലം വാങ്ങിയിരുന്നു. ഈ വാങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ MP ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അപ്പോളോ ബ്രൂവറീസിന് സർക്കാർ ബിയർ ഉൽപാദന കേന്ദ്രം തുടങ്ങാൻ അനുമതി നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ KM പ്രയത്നൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, പാലക്കാടാണ് സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വരൾച്ചയും ചൂടും അനുഭവപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. ഇവിടെയാണ് ഒരിക്കൽ ജലചൂഷണത്തിന്റെ പേരിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയ കമ്പനിയുടെ ഉപസ്ഥാപനത്തിന് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് എത്രത്തോളം നിലവിലെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നതായിരിക്കും പുതിയതായി വീണ്ടും ബ്രൂവറി തുടങ്ങുന്നത്? ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് എലപ്പുള്ളി വില്ലേജ് 1 എന്ന് പറയുന്നത്. നേരത്തെ തന്നെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച ഒന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പെപ്സി ഉൾപ്പെടെയുള്ള വലിയ കമ്പനികൾ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ കടുത്ത തോതിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നു. അതോടൊപ്പം തന്നെ കൃഷിക്ക് പോലും വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വാളയാർ ഡാമിൽ നിന്നുമുള്ള വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതായത് ആ പ്രദേശത്ത് ഒരു കുഴൽക്കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ കമ്പനി വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, മുൻപ് MP ഗ്രൂപ്പിന്റെ ബ്രൂവറി നേരത്തെ കഞ്ചിക്കോട് പ്രവർത്തിച്ചിരുന്നു. അവർ 10 വർഷം മുമ്പ് അടച്ചു പോയതാണ്. ആ കമ്പനി തന്നെയാണ് വീണ്ടും അവരുടെ ഉപസ്ഥാപനമായ അപ്പോളോ ബ്രൂവറീസ് വീണ്ടും ഇവിടെ തുടങ്ങുന്നത്. ഇത് വലിയ തോതിൽ ആളുകളിൽ പ്രതിഷേധത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. 99-ലായിരുന്നു MP ഗ്രൂപ്പ് ഈ കഞ്ചിക്കോട് അവരുടെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങിയിരുന്നത്. പിന്നീട് വലിയ തോതിൽ അത് അവർ മറ്റ് കമ്പനികൾക്ക് നൽകിയെങ്കിൽ പോലും വലിയ തോതിലുള്ള ജലചൂഷണം എല്ലാം തന്നെ തുടർന്നു. ഒടുവിൽ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബ്രൂവറി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം UB ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിന് അന്ന് കാരണമായിരുന്നു. 2005-ലാണ് ഈ ബ്രൂവറി കഞ്ചിക്കോട് പ്രവർത്തിച്ചിരുന്ന ബ്രൂവറി അടച്ചുപൂട്ടിയത്. ഇതേ കമ്പനി MP ഗ്രൂപ്പ് പിന്നീട് ഒരു ബ്രൂവറി തുടങ്ങാനുള്ള ശ്രമമാണ് എലപ്പുള്ളിയിൽ നടത്തിയത്. അതാണ് ഇപ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നത്. ഇപ്പോൾ അതിന് പ്രാഥമിക അനുമതിയായി. പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധം ആ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒരു കാരണവശാലും അവിടെ ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിലപാട്. പ്രസാദിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ INTUC നേതാവ് കുമാരസ്വാമി ചേരുകയാണ്. ശ്രീ കുമാരസ്വാമി, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എലപ്പുള്ളിയിൽ ബ്രൂവറി അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ കഞ്ചിക്കോട് ജലചൂഷണം നടത്തിയ ഒരു സ്വകാര്യ മദ്യ കമ്പനിയുടെ ഉപസ്ഥാപനത്തിനെന്നാണ്. നേരത്തെ ജലചൂഷണത്തിന്റെ പേരിൽ അവിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിയാണ് ഇപ്പോൾ അതിശക്തമായി തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ വീണ്ടും ഒരു ബ്രൂവറി അവിടെയുള്ള സ്ഥലത്തെ പാരിസ്ഥിതിക ആഘാതമോ പാരിസ്ഥിതിക പഠനമോ ഒന്നും നടത്താതെ വീണ്ടും ഒരു ബ്രൂവറി തുടങ്ങുന്നത് അത് എത്രത്തോളം സ്ഥലത്തിന് അവിടുത്തെ പ്രദേശത്തിന് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കും? ഇവിടെ ഈ പറയുന്ന എലപ്പുള്ളി 1-ാം വില്ലേജിൽ ഇപ്പൊ അവര് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന ആ ബ്രൂവറിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഒരുപാട് ഡോട്ട് ഏരിയയാണ് ഒന്നാമത്തത്. കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥലമാണ്.
കുടിവെള്ളത്തിന് പോലും ജനങ്ങൾ നെട്ടോട്ടം ഓടുന്ന ഒരു സ്ഥലമാണത്. അവിടെയാണ് ഈ സാധനം വരാൻ പോകുന്നത്. ഇതില് അതിന്റെ പുറകിൽ എനിക്ക് മനസ്സിലാകാവുന്ന ഒരു ഇത് എന്താ വെച്ചാൽ 1973 വ്യവസായ വകുപ്പുമായി സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ വ്യാവസായിക ആവശ്യത്തിന് മലമ്പുഴ വെള്ളം കൊടുക്കാം, 1000 ലിറ്ററിന് 23 രൂപ വെച്ച് അന്ന് കൊടുക്കാം എന്നൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്നുണ്ടായിരുന്ന പ്രീമിയർ ബ്രൂവറീസിന് ഉൾപ്പെടെ ഉള്ള പ്രീമിയർ ബ്രൂവറീസിൽ ഉൾപ്പെടെ ഇപ്പോഴും നിർബാധം വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ MP ഗ്രൂപ്പിന്റെ അപ്പോളോ ഗ്രൂപ്പിന്റെ ബ്രൂവറി വരുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തോട് ചേർന്നാണ് കിംഫ്രയുടെ ഫുഡ് പാർക്ക് വരുന്നത്. ആ ഫുഡ് പാർക്കിലേക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഉപയോഗിക്കാം എന്ന് പറയപ്പെടുന്ന ആ വെള്ളത്തിന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മിക്കവാറും ഈ ബ്രൂവറി വന്നു കഴിഞ്ഞാൽ മലമ്പുഴ വെള്ളം ആ ഫുഡ് പാർക്കിൽ നിന്നുള്ള ആ കണക്ഷൻ ഒന്ന് ലൂപ്പ് ചെയ്ത് എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണെന്ന് ഉണ്ടാക്കി അവിടെ നിന്ന് വെള്ളം എടുക്കാനാണ് സാധ്യത. അപ്പൊ സത്യത്തിൽ അവിടുത്തെ കർഷകർക്കും നാട്ടുകാർക്കുള്ള കുടിവെള്ളവും വരെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ശ്രീകുമാർ സ്വാമി, നേരത്തെ തന്നെ വലിയ രീതിയിൽ വരൾച്ച നേരിടുന്ന അല്ലെങ്കിൽ ഭൂഗർഭജല ലഭ്യത കുറവ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് എലപ്പുള്ളി എന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ വീണ്ടും ഒരു ബ്രൂവറി തുടങ്ങുന്നത് ഇത് വീണ്ടും കൂടുതൽ വരൾച്ചയിലേക്കും ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കുമല്ലേ നയിക്കുക? തീർച്ചയായും അത് എന്താ പറയാ ബോർവെല് ചെയ്താലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വെള്ളം എടുത്താലും അത് തീർച്ചയായും ജനത്തിന്റെ കുടിവെള്ളം മുട്ടും കർഷകർക്കുള്ള വെള്ളം ഇല്ലാതാവും. അതുമൂലം കൃഷി നശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ മറ്റ് അനുബന്ധമായിട്ടുള്ള ജനജീവിതത്തിൽ തന്നെ ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. നേരത്തെ MP ഗ്രൂപ്പിന്റെ ബ്രൂവറി അന്ന് പ്രവർത്തനം നിർത്തിയത് INTUസിയുടെ അടക്കം പ്രതിഷേധത്തെ തുടർന്നും ജനങ്ങളുടെ അടക്കം ഒരു വലിയൊരു പ്രതിഷേധത്തെ തുടർന്നാണ് അന്ന് പ്രവർത്തനം നിർത്തിയത്. പക്ഷെ അപ്പോൾ തന്നെ അവർ എലപ്പുള്ളിയിൽ വീണ്ടും ഒരു ബ്രൂവറി തുടങ്ങാനുള്ള സ്ഥലം വാങ്ങിവെച്ചാണ് അന്ന് പ്രവർത്തനം നിർത്തിയത്. അതായത് വീണ്ടും ഒരു തിരിച്ചുവരവിന് അന്നേ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുക? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അന്ന് 1998 തുടങ്ങിയ ഈ ബ്രൂവറി അന്ന് ഇവര് നടത്തിയിരുന്നത് തന്നെ മലമ്പുഴ വെള്ളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മലമ്പുഴ വെള്ളം ലഭിക്കാത്തത് കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നും ടാങ്കർ ലോറിയിൽ വെള്ളം വെള്ളം കൊണ്ടുവന്ന് ബിയർ ഉത്പാദിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ കമ്പനി ഒരു മൾട്ടിനാഷണൽ MP ഗ്രൂപ്പ് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് മാറ്റി അതിന്റെ മൊത്തം ഷെയർ പിന്നീട് UB ഗ്രൂപ്പ് ഏറ്റെടുത്തു. അവര് അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അന്ന് ഈ ജല ദൗർലഭ്യത്തെ തുടർന്ന് പൂട്ടിയ കമ്പനി അപ്പോൾ തന്നെ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ആണ് ഈ നേരത്തെ തുടങ്ങിയ ബീർ ഫാക്ടറി. തീർച്ചയായും വളരെയധികം നന്ദി കുമാരസ്വാമി പ്രതികരിച്ച അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. VT ബൽറാം MLA കൂടി ചേരുകയാണ്. ശ്രീ VT ബൽറാം, നിലവിലെ മദ്യനയത്തിന് വിരുദ്ധമായാണ് ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ച് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും പരാതികളും ഒക്കെ ഒരു വശത്ത് നിൽക്കാം. പക്ഷേ എപ്പോഴും പുതിയ ബ്രൂവറിക്ക് അനുമതി നൽകുമ്പോൾ അവിടെയുള്ള പാരിസ്ഥിതിക പഠനം നടത്തി അത് എത്രത്തോളം അവിടെയുള്ള ജനങ്ങൾക്ക് പ്രദേശത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ആഘാതം ഉണ്ടാക്കും എന്നുകൂടി പഠിച്ചു വേണ്ടേ ഒരു ബ്രൂവറിക്ക് അനുമതി നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം? നിലവിൽ ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളി എന്ന പ്രദേശം വലിയ രീതിയിൽ വരൾച്ചയും ഭൂഗർഭജല ലഭ്യത കുറവും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വീണ്ടും ഒരു ബ്രൂവറിക്ക് അനുമതി നൽകുമ്പോൾ അത് തീർത്തും അവിടെയുള്ള പ്രദേശത്തിന് ജനങ്ങൾക്ക് വലിയൊരു ആഘാതം സൃഷ്ടിക്കുക തന്നെയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന വിമർശനം ഈ ആംഗിളിൽ നിന്നുകൊണ്ടുള്ള തന്നെയാണ്. ഇപ്പൊ മദ്യനയത്തിൽ ഗവൺമെന്റിന് മാറ്റം വരുത്താനുള്ള അവകാശമുണ്ടോ ഇല്ലയോ, ഒരുപാട് കാലത്തിന് ശേഷം എന്തുകൊണ്ട് വീണ്ടും ഇവിടെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ എലപ്പുള്ളിയിലെ ഈ പുതിയ ബ്രൂവറിയെ സംബന്ധിച്ച് ഒരു കാരണവശാലും അത്തരം ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു പദ്ധതിക്ക് അനുമതി കൊടുക്കാൻ ഗവൺമെന്റ് പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജല ചൂഷണം നേരിടുന്ന, കുടിവെള്ളക്ഷാമം വർഷത്തിൽ മാസങ്ങളോളം അനുഭവിക്കുന്ന ഒരു നാടാണ് പാലക്കാട്. നമ്മുടെ ഭൂഗർഭ ജല വകുപ്പ് വിവിധ ബ്ലോക്കുകളെ ഈ ഭൂഗർഭ ജല ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിട്ടിക്കലായിട്ടും സെമി ക്രിട്ടിക്കലായിട്ടും ഒക്കെ തിരിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ പ്രദേശങ്ങളുള്ളതും സെമി ക്രിട്ടിക്കൽ പ്രദേശങ്ങളുള്ളതും
സ്ഥലവും ഈ പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് പ്ലാച്ചിമടയ്ക്ക് തൊട്ടടുത്ത്, പുതുശ്ശേരിക്ക് തൊട്ടടുത്ത് ഇത്തരത്തിൽ ഒരു പുതിയ ബ്രൂവറി വരുന്നു. അവിടെ ഒരു വർഷം 5 ലക്ഷം ഹെക്ടർ ഉൽപാദനം എന്ന് പറയുമ്പോൾ 5 കോടി ലിറ്റർ ഉൽപാദനം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ 10 കോടിയിലേറെ ലിറ്റർ വെള്ളം ആവശ്യമായി വരുന്നു എന്ന് പറയുമ്പോൾ ഈ വെള്ളം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെയൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഊഹം വെച്ചുകൊണ്ട് 2 സോഴ്സ് മാത്രമേ ഇതിന് സാധ്യമായിട്ടുള്ളൂ. ഒന്നുകിൽ അത് ഭൂഗർഭജലമായിട്ട് ഊറ്റിയെടുക്കേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ മലമ്പുഴ ഡാമിൽ നിന്ന് കുടിവെള്ള ആവശ്യത്തിനും കൃഷിയുടെ ആവശ്യത്തിനും വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി വഴിയോ മറ്റേതെങ്കിലും സോഴ്സ് വഴിയോ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടും പാലക്കാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ചോദിക്കാനുള്ളത്, ഈ എലപ്പുള്ളി എന്ന് പറയുന്ന പ്രദേശം മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. അവിടുത്തെ MLA ആണ് ശ്രീമാൻ VS അച്യുതാനന്ദൻ. മുൻകാലങ്ങളിൽ വളരെ ശക്തമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആള്. ഇപ്പൊ മലമ്പുഴ ഡാമിലെ വെള്ളത്തിൽ തന്നെ വാട്ടർ അതോറിറ്റി ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടുള്ള ആളാണ് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്? തീർച്ചയായും അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുമെന്ന് തന്നെ കരുതാം. ഒപ്പം ഈ ഒരു വാർത്തയിൽ പ്രതിഷേധം ഉണ്ടാകുന്നു, അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുമെന്ന് കരുതാം. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ കൂടി ചേരുകയാണ്. ശ്രീ VK ശ്രീകണ്ഠൻ, ഒരിക്കൽ ജലക്ഷാമത്തിന്റെ പേരിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചു പോയ ബിയർ കമ്പനിക്ക് വീണ്ടും ബ്രൂവറി അനുവദിക്കുകയാണ്. അത് നിലവിൽ അവിടെയുള്ള പ്രദേശവാസികൾക്ക് പരിസ്ഥിതിക്ക് എത്രത്തോളം കോട്ടം തട്ടിക്കും അല്ലെങ്കിൽ ആഘാതമുണ്ടാക്കും എന്ന് പോലും പഠിക്കാതെ അനുമതി നൽകുകയാണ്. അതിന് തീർത്തും സർക്കാരിന്റെ ഒരു പിൻബലവും കൂടി വരുമ്പോൾ അതിന് ഏത് രീതിയിൽ പ്രതിഷേധിക്കേണ്ടതാണ്? അത് ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു പദ്ധതിയാണ്. കാരണം പാലക്കാട് ജില്ലയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് എലപ്പുള്ളി. അവിടെ പ്രത്യേകിച്ച് ഒരു ജലസേചന പദ്ധതികളില്ല, കുടിവെള്ള പദ്ധതികളില്ലാത്ത ഒരു പഞ്ചായത്താണ്. അവിടെ വർഷക്കാലത്ത് പോലും നമ്മുടെ കുഴൽക്കിണറുകളിൽ നിന്നും വെള്ളം ലഭിക്കാതെ വർഷക്കാലത്ത് ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രദേശമാണ്. ഇവിടെ ഇപ്പോ ഇത് അതിദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കൗശിപ്പാറ എന്ന സ്ഥലത്ത് ഒരു 10 ഏക്കറോളം സ്ഥലം ഇതിനായിട്ട് കണ്ടെത്തിയിരിക്കുന്നു പറയുന്നു, സർവേ നമ്പർ പറയുന്ന പ്രകാരം. ഇത് ഒരു ഭരണകൂടത്തിന്റെ, നമ്മുടെ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ റവന്യൂ അധികാരികളോ പഞ്ചായത്ത് അധികാരികളോ ഒന്നും അറിയാതെ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോ ഒരു പേപ്പർ പോലും നീക്കാതെ ദുരൂഹമായ സാഹചര്യത്തിന് അതിനിഗൂഢമായിട്ടാണ് ഇതിന് സർക്കാർ അനുമതി നൽകിയത്. ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുവരട്ടെ, ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാലക്കാട് എലപ്പുള്ളിയിലാണ് ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. കഞ്ചിക്കോട് നേരത്തെ ജലചൂഷണം നടത്തിയ സ്വകാര്യ മദ്യ കമ്പനിയുടെ ഉപസ്ഥാപനത്തിനാണ് വീണ്ടും ബ്രൂവറി തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. തീർത്തും അവിടെയുള്ള പ്രദേശവാസികൾക്കും പ്രദേശത്തിനും വലിയ രീതിയിൽ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു തീരുമാനം കൂടിയായിരിക്കും ഇത്. ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്ത പുറത്തുവിട്ടതും വിശദാംശങ്ങൾ നൽകിയതും.